അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, 87ാമത്തെ സൂറ, അതായത് സൂറത്തുൽ അലയുടെ അവസാന ഭാഗത്ത് ബൽ തൂസിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറുൻ വ അബ്ഖാ ഇന്ന ഹാദാ ലഫി സുഹുഫിൽ ഊലാ സുഹുഫി ഇബ്രാഹീമ വ മൂസ. എന്നാൽ നിങ്ങൾ ഭൗതിക ജീവിതത്തിന് പ്രാമുഖ്യം നൽകിക്കളയുന്നു. വൽ ആഖിറതു ഖൈറുൻ വ അബ്ഖാ, പരലോകമാണ് ഏറ്റവും ഉത്തമവും ശാശ്വതവും. ഇന്ന ഹാദാ ലഫി സുഹുഫിൽ ഊലാ, ഇത് പൂർവ്വവേദങ്ങളിലുള്ളതാണ്. സുഹുഫി ഇബ്രാഹീമ മൂസ, ഇബ്രാഹീമിൻ്റെയും മൂസയുടെയും വേദങ്ങളിൽ എന്ന ഈ 17, 18, 16, 17, 18, 19 ഈ ആയത്തുകളെ സംബന്ധിച്ച് ഇനി ജബ്ബാർ പറയുന്ന പിച്ചും ഭയം കേൾക്കാം. ജബ്ബാർ പറയണത്, ഇവിടെയുള്ള ജീവിതം ജീവിക്കാനുള്ളതല്ല. ഖുർആൻ പറയുകയാണെന്നാണ് ജബ്ബാർ പറഞ്ഞത്. ഇവിടെയുള്ള ജീവിതം ജീവിക്കാനുള്ളതല്ല. ഇവിടെയുള്ള വിഭവങ്ങൾ മത്താ ഉറൂർ ആണ്. വഞ്ചനയിൽ അധിഷ്ഠിതമായ അല്ലെങ്കിൽ വഞ്ചനാത്മകമായ വിഭവം. എന്താണ് മത്താ ഉറൂർ എന്ന് പറഞ്ഞാൽ? ഇഹലോകത്തെ സമാധാനമില്ലാതെ, പാട്ട് കേൾക്കാതെ, ചിത്രം വരക്കാതെ, ഇഹലോകത്തിലേക്ക് തൂങ്ങിപ്പോകാതെ, ചാഞ്ഞു പോകാതെ, സുഖം, സന്തോഷം, സമാധാനം, ഇവിടെയുള്ള വിഭവങ്ങൾ, ഇതൊന്നും നമ്മുടെ കണ്ണിലും കാതിലും പെടാതെ, വിദ്യാഭ്യാസം നേടാതെ, നല്ല ജോലി നേടാതെ, സമാധാനം കാക്ഷിക്കാതെ, സന്തോഷം സ്വീകരിക്കാതെ, യാതൊരുവിധ കളിയും ഉല്ലാസവും ഇല്ലാതെ, യാതൊന്നും ഇല്ലാതെ അള്ളാഹു പറഞ്ഞ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധയൂന്നി ജീവിച്ചാൽ നമുക്ക് പരലോകത്ത് ജീവിതം ആരംഭിക്കാം. ഇതാണ് ഖുർആൻ പറയണതെന്നാ. ഈ ജബ്ബാറിനെ പോലുള്ള ഒരു മനോരോഗിയെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ എന്താണ് പറയേണ്ടത്? ജബ്ബാറിന് പറഞ്ഞ ഈ സംഗതികളൊക്കെ ഖുർആൻ നിരാകരിച്ചിട്ടുള്ള സംഗതിയാണോ? അതോ നിങ്ങൾക്ക് ഈ അവസ്ഥ ഭൂമിയിലെ ജീവിതത്തിൽ പോലും ഈ സമാധാനവും സന്തോഷവും ഒക്കെ കളിയാടണമെങ്കിൽ, ലഭിക്കണമെങ്കിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ ആജ്ഞ അനുസരിച്ച് പരലോക ബോധത്തോടു കൂടി ജീവിച്ചാലേ സാധ്യമാവൂ എന്നാണോ ഖുർആൻ പറഞ്ഞത്? ഇത് പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നൊരു കാര്യം ജബ്ബാർ പറയുന്നതിൽ നിന്ന് നേരെ വിപരീതമാണെന്നുള്ളതാണ്. ഇവിടെ ജബ്ബാറും ആളുകളും താലോലിക്കുന്ന, അല്ലെങ്കിൽ അവർ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി മറ്റു രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന ഒന്നാണ് ഇസ്ലാമിക അല്ലെങ്കിൽ അറബി പ്രയോഗത്തിൽ പറയുമ്പോൾ സൂഫിസം എന്ന് പറയുന്നത്, സന്യാസം. ഈ സന്യാസത്തോട് ഇവർക്ക് വലിയ വിയോജിപ്പൊന്നും ഉണ്ടാവില്ല. കാരണം സന്യാസികൾ അവർ ജീവിതവുമായിട്ട് ഇവർക്ക് വലിയ ബന്ധം ഉണ്ടാവില്ല. എന്നാൽ ഇസ്ലാം ഇങ്ങനെയുള്ളൊരു സന്യാസ ജീവിതം പഠിപ്പിച്ചിട്ടുണ്ടോ? വിശുദ്ധ ഖുർആന് പഠിപ്പിച്ചൊരു പ്രാർത്ഥന, റബ്ബന ആതിന ഫിദ്ദുന്യാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. നാഥാ, നീ ഞങ്ങൾക്ക് ദുനിയാവിൽ, ഈ ലോകത്ത് ഹസനത്ത് നൽകണം, പരലോകത്തിലും ഹസനത്ത് നൽകണം. വഖിനാ അദാബന്നാർ, നരകശിക്ഷ ഞങ്ങൾക്ക് നീ കാക്കണം എന്നാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. ഇവിടെ ജബ്ബാറിൻ്റെ മസ്തിഷ്കം യുക്തിവാദത്തിന് പണയം വച്ചിട്ടില്ലെങ്കിൽ
ജബ്ബാർ ചിന്തിക്കേണ്ടത്, പറയേണ്ട ഒരു കാര്യം, എന്താണ് ദുനിയാവിൽ ഹസനത്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? പരലോകത്ത് ഏതായാലും ഹസനത്ത് പറഞ്ഞാൽ സ്വർഗവും സ്വർഗീയ ജീവിതവുമാണെന്ന് ഉറപ്പാണല്ലോ. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഭൗതിക ജീവിതത്തിൽ ദുഃഖവും സങ്കടവും പ്രയാസങ്ങളും എന്നതാണോ ഹസനത്തിൻ്റെ അർത്ഥം? അപ്പോൾ എന്തെങ്കിലും വിളിച്ച് പറയാം, ഖുർആൻ പറഞ്ഞിട്ടില്ലാത്ത പഠിപ്പിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ എണ്ണി എണ്ണി പെറുക്കി പറയാം. ഇതാണ് ഇവിടെ ജബ്ബാറും ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം ഒരിക്കലും ഭൗതിക ജീവിതത്തിൽ മനുഷ്യന് സമാധാനം വേണ്ട എന്നല്ല പറഞ്ഞത്, സമാധാനം വേണം എന്നാണ്. അതുകൊണ്ടാണ് ഇസ്ലാം മുസ്ലിങ്ങളെ പഠിപ്പിച്ച അഭിസംബോധന രീതി എന്താണ്? സാധാരണ നമ്മൾ നമസ്തേ, മലയാളികളാണെങ്കിൽ നമസ്തേ എന്ന് പറയും. ഇംഗ്ലീഷുകാരാണെങ്കിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് വൽകൃതരാണെങ്കിൽ അവർ ഗുഡ് മോർണിംഗോ ഗുഡ് ഈവനിങ്ങോ ഒക്കെ പറയും. യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള സംബോധനാ രീതി എന്താണ്? അഭിവാദ്യ രീതി എന്താണ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതിൻ്റെ പൂർണ്ണ രൂപത, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സമാധാനം, അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അവൻ്റെ കാരുണ്യവും അവൻ്റെ ബർക്കത്ത് ഗുണങ്ങളും നിങ്ങൾക്ക് ലഭിക്കട്ടെ. ഇതെവിടെ ലഭിക്കട്ടെ എന്നാ ജബ്ബാറെ? പരലോകത്തിൽ ലഭിക്കട്ടെ എന്ന് മാത്രമാണോ? നിങ്ങൾക്ക് ഈ ഭൂമിയിലെ ജീവിതത്തിലും സമാധാനം ലഭിക്കട്ടെ, അവൻ്റെ കാരുണ്യമുണ്ടാവട്ടെ, അവൻ്റെ ഭാഗത്തു നിന്നുള്ള നന്മ ഉണ്ടാവട്ടെ, പരലോകത്തിലുണ്ടാവട്ടെ എന്നാ. രണ്ട് ലോകത്തും ഇത് ഉണ്ടാവണം എന്നാണ് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കണ്ടുമുട്ടുമ്പോൾ അഭിവാദ്യം ചെയ്യുന്നത്. പ്രത്യഭിവാദ്യവും അത് തന്നെയാണ്, വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ഇത്രയ്ക്ക് പ്രാഥമികമായി തന്നെ ഇസ്ലാം മനുഷ്യനെ പഠിപ്പിച്ചിട്ടുള്ള ഭൗതിക ജീവിതത്തിലെ സുഖസൗകര്യങ്ങൾ, സമാധാനം, ഇതൊക്കെ കാക്ഷിക്കുകയും നേടുകയും ചെയ്യാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഒരു ഭാഗത്ത്, അതോടൊപ്പം പ്രവർത്തിക്കണം എന്ന് പറയുന്ന ഒരു വേദത്തിൻ്റെ ഗ്രന്ഥത്തിൻ്റെ അനുയായികളോടാണ് നട്ടാൽ മുണക്കാത്ത ഇത്തരത്തിലുള്ള വിഡ്ഢിത്തങ്ങൾ ജബ്ബാർ പുലമ്പുന്നത്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ വലാ തൻസ നസീബക മിനദ്ദുന്യാ എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് വലാ തൻസ നസീബക മിനദ്ദുന്യ, ദുനിയാവിലുള്ള നിൻ്റെ വിഹിതം നീ മറന്നു പോവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് നീ നേടിയെടുക്കാൻ ശ്രമിക്കണം, അത് നീ ആസ്വദിക്കുകയും ചെയ്യണം, അത് അനുഭവിക്കണം. അതിനാണ് ദുനിയാവിൽ തന്നെ അള്ളാഹു പഠിച്ച് ഇങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുള്ളത്. പരലോകത്തോ ഒബിത്തഗി ഫീമാ ആതാകല്ലാ, നിങ്ങൾക്ക് അള്ളാഹു ഈ ദുനിയാവിൽ നൽകിയതിലൂടെ നീ കാക്ഷിക്കേണ്ടത് അദ്ദാറൽ ആഖിറ, പരലോകത്തെയാണ്. അപ്പോൾ ഒരു മുസ്ലിമിൻ്റെ ജീവിതം ഖുർആൻ പഠിപ്പിക്കണമനുസരിച്ച് ഒരു മുസ്ലിമിൻ്റെ ജീവിതം അയാൾ ഏത് കാര്യം ചെയ്യണം, ഇപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന പാലിച്ചുകൊണ്ട് ജീവിക്കണം എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അതാണല്ലോ അയാൾക്കാണല്ലോ മുസ്ലിം എന്ന് പറയാം. ആ മുസ്ലിം അയാളിവിടെ ജീവിക്കുമ്പോൾ അയാൾ ഏതൊരു പ്രവൃത്തിയിലൂടെയും ആഗ്രഹിക്കേണ്ടത് അള്ളാഹുവിൻ്റെ പ്രീതിയാണ്. അതാണ് ഒബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ, പരലോകത്ത് കൊതിക്കണം എന്ന് പറഞ്ഞത്. ഇപ്പോൾ പരലോക ഐഹിക ഭൗതിക പരലോക രണ്ട് ജീവിതത്തെയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിത രീതിയാണ് ജബ്ബാറെ ഇസ്ലാമും മുസ്ലിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. മുസ്ലിം ഒരിക്കലും കാട് കയറാൻ പാടില്ല, അവൻ സന്യാസിയാകാൻ പോകാൻ പാടില്ല എന്നാണ്. ഇവിടെ പ്രവാചകൻ പഠിപ്പിച്ച ഒരു സംഗതിയുണ്ട്. തൻ്റെ വീട്ടിൽ പ്രവാചകൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് അന്വേഷിച്ചറിയാൻ വന്ന 2-3 പേര്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപത്നി ആയിഷ റളിയല്ലാഹു അൻഹായോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അവർ അത് വളരെ സുന്ദരമായിട്ട് അവർക്ക് വിവരിച്ചു കൊടുത്തു. പക്ഷെ അവർക്ക് തോന്നി ഇത് പോരല്ലോ. അങ്ങനെയാണല്ലോ മനുഷ്യൻ, ഈ ഭക്തി കൂടിപ്പോയാൽ അത് ദോഷമാണെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ഇവർക്ക് ഭക്തി കൂടിയതുകൊണ്ട്
അവർക്ക് തോന്നി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഈ ഇത്തരത്തിലുള്ള ആരാധനാരീതികളോ നന്മകളോ എന്തായിരുന്നാലും അത് പോരാ. പിന്നെ അവർ സമാധാനം അടഞ്ഞാൽ എന്തിനാണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത്ര മതി. നബി അള്ളാഹു എല്ലാ തെറ്റുകളും പുറത്തു കൊടുത്തിട്ടുള്ള മനുഷ്യനായതുകൊണ്ട് അത്രയൊക്കെ ചെയ്താൽ മതി, നമുക്ക് പോരല്ലോ എന്നാണ്. അതുകൊണ്ട് അവർ പ്രതിജ്ഞ എടുത്തു മൂന്നാളും. എന്താ ഒരാളുടെ പ്രതിജ്ഞ? ഞാൻ ഇനി രാത്രി സമയത്ത് ഉറങ്ങുകയില്ല, രാത്രി തീർത്ത് നമസ്കരിക്കും. രണ്ടാമത്തെ ആൾ പറഞ്ഞു, ഞാൻ ഒരു കാലത്തും നോമ്പ് ഒഴിവാക്കൂല, എല്ലാ പകലിലും ഞാൻ നോമ്പനുഷ്ഠിക്കും. മൂന്നാമൻ പറഞ്ഞു, ഞാൻ വിവാഹം ചെയ്യൂല, വിവാഹം ചെയ്യാതെ വിഭാര്യനായിട്ട് അള്ളാഹുവിൻ്റെ ഇബാദത്തിൽ മുഴുകാനാണ് തീരുമാനിച്ചത്. അങ്ങനെ അവർ പ്രതിജ്ഞ എടുത്തിട്ട് അവർ സ്ഥലം വിട്ടു. കുറച്ച് കഴിഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വന്നപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ നബിയോട് സംഭവം വിവരിച്ചു പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മൂന്നാളുകളെയും അന്വേഷിക്കാൻ വേണ്ടി സഹാബിമാരിൽ ആരെയോ പറഞ്ഞു വെച്ചു. മൂന്നാളെയും കണ്ടെത്തി. കാരണം അവർ തൊട്ടടുത്ത് പള്ളിയിലുണ്ടായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ച ചോദ്യം, നിങ്ങളാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളതെന്നാണ്. അപ്പോൾ അവർ പറഞ്ഞു, അതെ ഞങ്ങൾ തന്നെയാണ്, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ അവരോട് പറഞ്ഞത്? അത് ജബ്ബാർ പഠിക്കേണ്ടതാണ്, ജബ്ബാറിനെ പോലുള്ള ആളുകൾ പഠിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അർഖുദു വ ഉസല്ലി, ഞാൻ രാത്രി സമയത്ത് ഉറങ്ങാറുമുണ്ട്, എഴുന്നേറ്റ് നമസ്കരിക്കാറുമുണ്ട്. വൗസൂമു വഫ്തിറു, ഞാൻ പകൽ ചിലപ്പോൾ നോമ്പ് നോൽക്കും, ചില നാടുകളിൽ നോമ്പ് ഒഴിവാക്കാറുണ്ട്. വതസവ്വജു നിക്കാഹ, ഞാൻ വിവാഹം ചെയ്തിട്ടുണ്ട്, എനിക്ക് ഭാര്യമാരുണ്ട്. അതുകൊണ്ട് ഫമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി, എൻ്റെ ചര്യ ഇഷ്ടമില്ലാത്തവൻ എൻ്റെ കൂട്ടത്തിൽ പെട്ടവനല്ലാന്നാ. എന്നാണ് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുകയും കാട് കയറുകയും മനുഷ്യനുമായിട്ടുള്ള ബന്ധങ്ങൾ ഒഴിവാക്കി അറുത്തുമുറിച്ചെറിഞ്ഞ് മനുഷ്യനും അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിൽ മാത്രം നിരതനായി ഭൗതിക ജീവിതത്തെ തീർത്ത് ത്യജിച്ച് പരലോകത്തെ മാത്രം മുറുകെ പിടിക്കുക എന്നുള്ളത് ഇസ്ലാമികമല്ല, അത് എൻ്റെ ചര്യല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ അനുയായിയായി മാറണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണം. ജീവിതം അത് ആസ്വദിക്കാനുള്ളതാണ്. മാത്രമല്ല ദുനിയാവിനെ സംബന്ധിച്ച് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്ന് ജബ്ബാറിനറിയോ? അദ്ദുന്യാ ഹുൽവത്തുൻ ഖളിറാന, ദുനിയാവ് നല്ല ഹരിതാഭമായ അതേ അവസരം മാധുര്യമുള്ള ഒന്നാണ്. ഇത് പറഞ്ഞത് എന്തിനാ? നിങ്ങൾക്ക് ദുനിയാവ് ആസ്വദിക്കാം എന്ന് പഠിപ്പിക്കാനാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ദുനിയാവ് പലപ്പോഴും മനുഷ്യനെ ചതിക്കും, അത് കരുതിയിരിക്കണം. ചതിക്കും എന്നുള്ളത് ഉറപ്പല്ലേ. ജബ്ബാറിനെ പോലെയുള്ള ആളുകൾ മാത്രമല്ല, ഇന്ന് ലോകത്തുള്ള ഭരണാധികാരികളോ അതുപോലുള്ള സ്വാധീനമുള്ള പണ്ഡിതന്മാരെ അടക്കം എടുത്തിട്ടുണ്ടെങ്കിൽ എന്താ അവസ്ഥ? അവർ ദുന്യാവിൻ്റെ പിന്നാലെ പോകുന്നു, ഇസ്ലാം പഠിപ്പിച്ച ഖുർആൻ പഠിപ്പിച്ച രീതി സ്വീകരിക്കാതെ അവർ മറ്റെന്തൊക്കെയോ ആയിട്ട് പോവുകയും അങ്ങനെ ലോകത്ത് അക്രമവും അനീതിയും അരാജകത്വവും അസമാധാനവും, ജബ്ബാറി പറഞ്ഞ മുസ്ലിങ്ങൾ ആഗ്രഹിക്കില്ല എന്ന് പറഞ്ഞ സംഗതികളല്ലോ, അതൊക്കെ ഇന്ന് കളിയാടിക്കൊണ്ടിരിക്കുന്നത് ഇസ്ലാമിനെ ഖുർആൻ അംഗീകരിക്കാത്ത ആളുകളിലാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് സമാധാനത്തിന് സന്തോഷത്തിന് യാതൊരു കുറവുമില്ല. അവൻ സദാ മനസ്സമാധാനത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. പട്ടിണിയാണെങ്കിലും ജബ്ബാറെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പരിഭവമല്ല, പരാതിയില്ല, അയാൾ സന്തുഷ്ടനാണ്. കാരണം തൻ്റെ നാഥൻ അള്ളാഹു തീരുമാനിച്ചതേ എനിക്ക് സംഭവിക്കുള്ളൂ എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ആളാണ് മുസ്ലിം മുഅ്മിൻ. അതുകൊണ്ട് വന്നാൽ ഇത്ര വരാനില്ല എന്നുള്ളത് അയാൾക്കൊരു ബോധ്യമുണ്ട്. എന്നാൽ ജബ്ബാറിനെ പോലുള്ള ആളുകൾ അസ്വസ്ഥരാണ്, അവർക്ക് കിട്ടിയത് തികയില്ല, പിന്നെയും അവർ ഓടുകയാണ്. സമാധാനമില്ലാതെ ശാന്തിയില്ലാതെ ആളുകളെ വിശ്വസിക്കാൻ കഴിയാതെ, വിശ്വസിച്ചാൽ മറ്റുള്ളവർ ചതിക്കുമെന്ന് പേടിച്ചുകൊണ്ട് ഓടുന്ന ഓട്ടത്തിലാണ് ജബ്ബാറിനെ പോലുള്ള ആളുകളുമൊക്കെ. ഇത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതുകൊണ്ട് ജബ്ബാറിൻ്റെ ഇത്തരത്തിലുള്ള ഈ പയ്യാരം പറച്ചിലുണ്ടല്ലോ, ഈ പയ്യാരം പറച്ചിലൊന്നും മുസ്ലിങ്ങളോട് വേണ്ട, ഖുർആൻ്റെ ഇസ്ലാമിൻ്റെ ആളുകളോട് വേണ്ടാന്നേ ജബ്ബാറിനോട് പറയാനുള്ളൂ.